എം.ആർ. അജിത് കുമാറിനെതിരെ ആഞ്ഞടിച്ച CPI അജിത് കുമാർ DGP ആകാൻ സാധ്യതയില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സംസ്ഥാനത്ത് ഒരു മന്ത്രി വിളിച്ചാൽ ഫോൺ എടുക്കാത്ത ആളാണ് അജിത് കുമാർ. RSS നേതാക്കളുമായി പലവട്ടം കൂടിക്കാഴ്ച നടത്തിയ ആളാണ്. പെയ്യാൻ സാധ്യതയില്ലാത്ത മഴയ്ക്ക് പെയ്യും മുന്നേ കുട പിടിക്കാൻ CPI ഇല്ലെന്നും ബിനോയ് വിശ്വം. സംസ്ഥാനത്ത് ഒരു മന്ത്രി ഫോൺ ചെയ്താൽ എടുക്കാൻ നേരമില്ലാത്ത ഒരാൾ, പിന്നെ പലവിധ കാരണങ്ങളാൽ സമൂഹത്തിൽ പലപ്പോഴും ആരോപണ വിധേയനായ ഒരാൾ, RSS നേതാക്കന്മാരെ അങ്ങോട്ട് പോയി കണ്ട ഒരാൾ, എന്തിനു വേണ്ടി കണ്ടുവെന്ന് ഇന്നും ആർക്കും വ്യക്തമല്ലാത്ത അത്തരം കൂടിക്കാഴ്ചയിൽ പങ്കാളിയായ ഒരാൾ, അങ്ങനെ ഒരാൾ കേരളത്തിൻ്റെ DGP ആകുമെന്ന് നിങ്ങളൊക്കെ പറയുന്നു. ഞാൻ പറയുന്നു, ആ മഴ പെയ്യും മുമ്പ് കുടപിടിക്കാൻ ഞങ്ങളില്ല, സാധ്യത കുറവാണ്. ഇവിടെയുള്ള ഗവൺമെൻറ് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും ഗൗരവമുള്ള കാര്യങ്ങളെ അങ്ങനെ തന്നെ കണക്കെടുപ്പുണ്ട്. നയിക്കുന്ന മുഖ്യമന്ത്രിക്ക് ആ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരമടക്കം പല ഘടകങ്ങളും പ്രവർത്തിച്ചു എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. സർക്കാരിന്റെ നേട്ടങ്ങൾ യഥാവിധം ജനങ്ങളിൽ എത്തിയുവെന്ന് പരിശോധിക്കണമെന്നും ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. ഒരു കാര്യം, ഒരു പരാജയത്തിൻ്റെ പാഠം പഠിക്കുമ്പോൾ അതിൽ പല ഘടകങ്ങൾ വരും. അതിലൊന്ന് നിങ്ങൾ പറഞ്ഞ ഫാക്ടറിയും അതിൽ വരാൻ കാരണങ്ങളുണ്ട്. അതും പഠിക്കേണ്ട കാര്യമാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും അർജുൻ രാജാണ് ചേരുന്നത്. അർജുൻ, രണ്ട് കാര്യങ്ങളിൽ കൃത്യമായ നിലപാട് പറയുകയായിരുന്നു ഇന്ന് CPI. എന്താണെങ്കിലും ഒടുവിലായി പറഞ്ഞു വെച്ചതുപോലെ നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരമടക്കം പല ഘടകങ്ങളും പ്രവർത്തിച്ചുവെന്ന് ബിനോയ് വിശ്വം തുറന്നു പറയുകയാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്ന് അടിയുറച്ച CPM പറയുമ്പോഴാണ് CPIയുടെ ഈ നിലപാട് പറച്ചിൽ. അതോടൊപ്പം ഈ അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലും കൃത്യമായ അതൃപ്തിയോടുകൂടി തന്നെ ആഞ്ഞടിച്ച CPI പറഞ്ഞിരിക്കുകയാണ്. എത്തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ? സംഗീത, ഇന്നലെയാണ് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേർന്നത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം ഉൾപ്പെടെ വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് നിലമ്പൂരിൽ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പാർട്ടി. അതായത് CPIക്ക് അത്യാവശ്യത്തിന് സ്വാധീനമുള്ള സ്ഥലമാണ് നിലമ്പൂർ. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു പരാജയം ഉണ്ടായതെന്ന് സംബന്ധിച്ച് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി മികച്ചതാണെന്ന് CPIയുടെ വിലയിരുത്തലുണ്ട്. അത് അങ്ങനെയല്ല എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. സ്ഥാനാർത്ഥിത്വം മോശമാണെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. പക്ഷേ അത് തള്ളുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി ചെയ്തിട്ടുള്ളത്. സ്ഥാനാർത്ഥി മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു. രാഷ്ട്രീയം പറഞ്ഞാണ് നിലമ്പൂരിൽ വോട്ട് തേടിയത്. അതേ സമയത്ത് ഭരണവിരുദ്ധ വികാരം അടക്കം പല ഘടകങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയെ സംബന്ധിച്ച് കാരണമായിട്ട്, തെരഞ്ഞെടുപ്പിൽ തോൽക്കാൻ കാരണമായിട്ടുണ്ടാകും. അതിൽ ഒരു ഘടകമാണ് ഭരണവിരുദ്ധ വികാരം. അതുകൊണ്ട് തന്നെ അത് എത്ര ആഴത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് സംബന്ധിച്ചുള്ള പരിശോധന നടത്തും. അർജുൻ, തിരുവനന്തപുരത്ത് നിന്നും അർജുൻ രാജാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.